വ്യക്തിപരമായി കുട്ടിക്കാലം മുതൽ ഏതാണ്ട് ഒരു വായനക്കാരി എന്ന നിലയിൽ വായിച്ചു തുടങ്ങിയ കാലം മുതൽ എം ടി എന്ന എഴുത്തുകാരൻ, എം ടിയുടെ രചനകളെല്ലാം ജീവിതത്തിലുണ്ട്. ഭാഷയുടെ കാര്യത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച എഴുത്തുകാരിൽ ഒരാളാണ് എം ടി. എം ടി എന്ന രണ്ടക്ഷരം മാത്രം മതിയായിരുന്നു ഒരു പുസ്തകം എടുത്ത് വായിക്കാനോ ഒരു സിനിമ കാണാനോ. കാരണം അതൊരു മിനിമം ഗ്യാരണ്ടി പോലെ നിങ്ങൾക്ക് പുതുതായി എന്തെങ്കിലും ഉണ്ടാവും അതിൽ എന്ന്, അല്ലെങ്കിൽ വായിച്ചതിലും കൂടുതൽ എന്തെങ്കിലും സമ്മാനിക്കപ്പെടുമെന്ന് ഉറപ്പോടെ വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളും കാണാവുന്ന സിനിമകളുമായിരുന്നു അദ്ദേഹം. എന്നെ വ്യക്തിപരമായി എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം കൈവരിച്ച മേഖലകളിലെല്ലാം കൈവരിച്ച ഒരു പെർഫെക്ഷനാണ്. എഴുതുന്നത് എന്ത് തന്നെ ആയാലും അതിനൊരു എം ടി ടച്ച് ഉണ്ടാവും. അതൊരു ഉറപ്പാണ് അതിൻ്റെ ആസ്വാദകർക്ക് നൽകിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ, സിനിമയായിട്ട് വളരെ വാഴ്ത്തപ്പെട്ട സിനിമകളുടെ തിരക്കഥകൾ രണ്ടാമത് വായിക്കുമ്പോൾ ആ തിരക്കഥയ്ക്ക് തന്നെ പ്രത്യേകമായൊരു അസ്തിത്വമുണ്ടെന്ന് തോന്നുന്ന വിധത്തിൽ അത് തന്നെ സ്വതന്ത്രമായി, സിനിമയിൽ നിന്ന് സ്വതന്ത്രമായി നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുന്ന തരത്തിലുള്ള ഒരു മൂല്യം താൻ എഴുതുന്നതിനെല്ലാം അദ്ദേഹം കൊടുത്തിരുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. എളുപ്പമല്ല അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പെട്ടെന്ന് ഒരു അനുസ്മരണത്തിൽ ഒതുക്കാൻ. ഇത്രയും പുരോഗമന ആശയങ്ങൾ നമുക്ക് സമ്മാനിച്ച, അതായത് കാലത്തിന് മുമ്പേ സമ്മാനിച്ച മറ്റെഴുത്തുകാരില്ല എന്നും വേണമെങ്കിൽ പറയാം. എം ടിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ കൂടെ എഴുതിയ ആളുകളും കൂടെ ജീവിച്ച ആളുകളും വച്ചു പുലർത്തിയിരുന്ന സാമൂഹികമായ കാഴ്ചപ്പാടുകളും അതിൻ്റെ സാമൂഹികമായ, അതിന് വിധേയരായിരുന്ന ഒരു സാമൂഹികമായ ചില ബന്ധനങ്ങളുണ്ടല്ലോ, സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത്, അതിന് വളരെ നിസാരമായി എന്നാൽ സമർത്ഥമായി അതിലും ഒരു ഭാഷയുടെ ചാരുത കൊണ്ട് വളരെ ഗൂഢമായി മറികടന്ന ഒരു എഴുത്തുകാരനായി ഇന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ഈ പുസ്തകങ്ങൾ, ഈ കഥകളിലും നോവലുകളിലുമെല്ലാം അതത് കാലത്തെ സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുസൃതമായ ആളുകൾ വെച്ച് പുലർത്തിയിരുന്ന, അതായത് ബഹുഭൂരിപക്ഷം വെച്ച് പുലർത്തിയിരുന്ന ചില കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായ കാര്യങ്ങളാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നതെങ്കിലും ആ രേഖപ്പെടുത്തലുകൾക്കൊരു പരിണാമം ഉണ്ടെന്നും ഓരോ പുസ്തകം കഴിയും തോറും തൻ്റെ ആശയങ്ങളെ, തൻ്റെ കാഴ്ചപ്പാടുകളെ കൂടുതൽ ചെത്തിമിനുക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നുവെന്നും വളരെ നിസ്സാരമായിട്ട് കാണാം. അത് ഇന്ന് തിരിച്ച് പുറകോട്ട് വായിക്കുമ്പോഴാണ് എങ്ങനെയാണ് ഓരോ വർഷം കഴിയും തോറും എം ടി സ്വയം നവീകരിച്ചിരുന്നത് എന്നത് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം, അതാണ് എനിക്ക് വളരെ സവിശേഷമായി തോന്നിയിട്ടുള്ളത്. വളരെ റിയലിസ്റ്റിക് കഥാപാത്രങ്ങളായിരുന്നു. സമകാലികരായ എഴുത്തുകാരുടെയും സിനിമ തിരക്കഥാകൃത്തുകളുടെയും സ്ത്രീ സങ്കല്പങ്ങളെ അപേക്ഷിച്ച് ഒരുതരം ലോകത്തിനൊപ്പം നീങ്ങിയ, അതായത് പുറത്തുള്ള ലോകം എങ്ങനെയാണോ പുരോഗമനാശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു തുല്യ പൗരത്വം എന്ന കാഴ്ചപ്പാടിൽ പ്രവർത്തിച്ചിരുന്നത്, അല്ലെങ്കിൽ ആ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിരുന്നത്, അതിനനുസൃതമായ മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലും വന്നിരുന്നു എന്ന് വേണം പറയാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡയലോഗ് പഞ്ചാഗ്നിയിലെ എനിക്ക് എന്നിൽ നിന്ന് ഒളിച്ചോടാനാവില്ല എന്ന ഡയലോഗും, പിന്നെ പരിണയത്തിലെ അതിന് അച്ഛനില്ല, പിന്നെ എന്തെങ്കിലും അച്ഛൻ്റെ പേര് പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ പറഞ്ഞോളൂ, നളൻ, അർജുനൻ അല്ലെങ്കിൽ ഭീമൻ എന്ന് പറയുന്ന ആ നായികയുടെ ഒരു വാക്ക്, ആ ഡയലോഗും, അതെനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ആ പ്രായവും അദ്ദേഹത്തിൻ്റെ ജീവിത പരിചയവുമുള്ള ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ ആ വിധത്തിൽ അത് രേഖപ്പെടുത്തി വയ്ക്കുമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീകളുടെ പദവിയെ സംബന്ധിച്ചും മനുഷ്യാവസ്ഥകൾ സംബന്ധിച്ചും മനുഷ്യാവകാശങ്ങൾ സംബന്ധിച്ചും വളരെ പുരോഗമന ആശയങ്ങൾ വച്ചു പുലർത്തിയിരുന്ന ഒരാളായി വേണം എം ടിയെ കാണാൻ. വ്യക്തിപരമായി അദ്ദേഹത്തെ എനിക്ക് അധികം വിലയിരുത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാനോ സാധ്യമല്ല. പക്ഷേ പുതിയ എഴുത്തുകാരുടെ സൃഷ്ടികളെല്ലാം വളരെ ശ്രദ്ധാപൂർവം വായിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന വിധം അദ്ദേഹം
29 വയസ്സുള്ള കാലത്താണ് മനു എസ് പിള്ളയുടെ ഐവറി ത്രോണിനെ പറ്റി, അത് അന്ന് പുസ്തകം വിപണിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെപ്പറ്റി അത് വായിച്ച്, അതായത് നമ്മളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് വായിച്ച് അഭിപ്രായം പറഞ്ഞ MD എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ കഥകളെപ്പറ്റി അദ്ദേഹം അത് വായിച്ചിട്ടുണ്ടോ, MD വായിക്കുമെന്നൊന്നും നമുക്കൊരു പ്രതീക്ഷയുമില്ല. പക്ഷേ ആരാച്ചാർ പരിഭാഷയായ ഹാങ് വുമണിന് ദേവികയ്ക്ക് അതിൻ്റെ പരിഭാഷ നിർവഹിച്ച ദേവികയ്ക്ക് V. അബ്ദുള്ള അവാർഡ് കിട്ടിയ വേദിയിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ എൻ്റെ കഥകളെല്ലാം ശ്രദ്ധിച്ചിരുന്നുവെന്നും എൻ്റെ പുസ്തകങ്ങൾ അത്ര കോപ്പി വിൽക്കുന്നു എന്ന് പോലും ശ്രദ്ധിക്കുന്നുണ്ടെന്നും പറഞ്ഞത് വലിയ അത്ഭുതമായിരുന്നു. അപ്പോൾ എല്ലാ എഴുത്തുകാരെയും, പുതിയ വരുന്ന എഴുത്തുകാരെ എല്ലാം ഇത്രയേറെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിരുന്ന വേറെ ഏതെങ്കിലും എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആ പ്രായത്തിലുള്ള കാലത്തിലുള്ള ആളുകൾക്കിടയിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നൊരു കാര്യം, MDയുടെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം ഇതാണ്. അസാമാന്യമായൊരു സുഹൃത്തുവലയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. വലിയ കർക്കശക്കാരനെന്നും ഒട്ടും അടുക്കാൻ സാധിക്കാത്ത ആളെന്നും ഗൗരവക്കാരനെന്നും ഒക്കെ പറയുമ്പോഴും എത്രയോ ആളുകളാണ് അദ്ദേഹത്തിൻ്റെ സൗഹൃദം അവകാശപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നത്. മണിക്കൂറുകളോളം എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്ന എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരേ സമയം ഇങ്ങനെ വിട്ടു നിൽക്കാനും അതേസമയം ജനങ്ങളോട് അല്ലെങ്കിൽ മനുഷ്യരോട് അടുക്കാനും സാധിക്കുന്ന ഒരു, അത് സ്വയം വളർത്തിയെടുത്തതാണോ അതോ ഒരു സിദ്ധിയാണോ എന്നറിയില്ല. അതും MDയുടെ ഒരു സവിശേഷതയായിട്ട് ഞാൻ കാണുന്നു. MD ഒരു പാഠപുസ്തകം പോലെ, ഒരു കേസ് സ്റ്റഡി പോലെ നമ്മുടെ മലയാളത്തിന് മുമ്പിൽ, കേരളത്തിന് മുമ്പിൽ എന്നും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതുപോലെ ഒരു എന്താണ്, പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ആ ഒരു ഡെക്കോറം പാലിച്ച മറ്റ് എഴുത്തുകാരില്ല. സാഹിത്യത്തിന് എഴുത്തുകാർക്കിടയിലെ ഏറ്റവും താരമൂല്യമുള്ള എഴുത്തുകാരി ആരാണെന്ന് ചോദിച്ചാൽ അത് MDയാണ്. MD അത് വർഷങ്ങളായി നേടിയെടുത്ത അല്ലെങ്കിൽ കൈവരിച്ച ഒരു പദവിയായിട്ട് നമുക്ക് തോന്നില്ല. തുടക്കം മുതൽ തന്നെ MD അങ്ങനെ ആയിരുന്നു എന്ന് തോന്നത്തക്ക വിധത്തിൽ. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ മുതിർന്ന എഴുത്തുകാരുടെ, ആ കോഴിക്കോടൻ ഗ്രൂപ്പിലെ എഴുത്തുകാരുടെ സഹവാസവും പൊറ്റക്കാടും ബഷീറും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു വലിയ ഗ്രൂപ്പുമായിട്ടുള്ളൊരു ഇടപഴകൽ, തിക്കോടിയനൊക്കെ ഇടപെടുന്ന, എനിക്ക് എല്ലാവരുടെയും പേരുകൾ ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. പക്ഷേ അതിഭയങ്കരമായ ഒരു അന്തരീക്ഷത്തിൽ വാർത്തെടുക്കപ്പെട്ട ഒരു വ്യക്തിത്വമെന്നും എഴുത്തു വ്യക്തിത്വമെന്നുള്ള നിലയിലായിരിക്കണം അതിലേക്ക് എത്തിപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ആ ഒരു രീതിയിൽ ഒരു വലിയ ഭാഗ്യം സിദ്ധിച്ച ഭാഗ്യവാനായ എഴുത്തുകാരനായിരുന്നു MD. അതിലേറെ കഠിനാധ്വാനിയായിരുന്നു. അദ്ദേഹം എഴുതുന്ന ഓരോ വാക്കിലും അദ്ദേഹം നിഷ്കർഷ വെച്ചിരുന്നു. ഇപ്പോഴും ഏത് പുസ്തകവും ഏത് ചെറുകഥയും വായിച്ചു നോക്കുമ്പോൾ അലസമായോ അലക്ഷ്യമായോ എഴുതിയ ഒരു കഥ പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അത് സിനിമാ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്, തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്, നാടകം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഏത് യാത്രാവിവരണം എഴുതിയിട്ടുണ്ട്, വ്യക്തി ചിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തെടുത്ത് നോക്കിയാലും അതിലൊരു MD ടച്ച് കാണാം. അതുമാത്രമല്ല, അദ്ദേഹം കഥയെഴുത്തിനെ പറ്റി എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ പോലും ശരിക്കും നല്ല പാട്ടും. ഇന്നും ക്രിയേറ്റീവ് റൈറ്റിംഗ് സംബന്ധിച്ച് മലയാളത്തിലുള്ള ഏറ്റവും നല്ല പാഠപുസ്തകങ്ങളിലൊന്ന് 2 MD എഴുതിയത് തന്നെയാണ്. അതുപോലെ ഈ ഭാഷ, അതെനിക്ക് തോന്നുന്നു അത് വെറുതെ എഴുതുന്നതല്ല, കേവലം പണത്തിന് വേണ്ടി എഴുതുന്നതുമല്ല. അദ്ദേഹം ഭാഷയുടെ സമഗ്രമായ ഒരു വളർച്ച, വികാസം മുന്നിൽ കണ്ടിരുന്നുവെന്നും അതിന് തനിക്ക് നൽകാൻ പറ്റുന്നതെല്ലാം നൽകണമെന്നും നിഷ്കർഷിച്ചിരുന്നു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. MDയുടെ വിടവ് എന്നുള്ളതല്ല, MDയുടെ ആ ഇരിപ്പിടം, MDയുടെ സ്ഥാനം, MD എന്താണോ അത് അങ്ങനെ അല്ലാതായി മാറുകയില്ല എന്ന് എനിക്ക് തോന്നുന്നു. MDയുടെ ഭാഷയും MDയുടെ കാഴ്ചപ്പാടുകളും മലയാളിയെ എന്നും ആവേശിച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ ഉച്ചാടനം ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാതെ നമ്മളോടൊപ്പം തുടരും. MD ഒഴിവാക്കി മലയാളത്തിലെ ഒരു മേഖലയുടെയും, ഒരു സാഹിത്യ മേഖലയുടെയും ചരിത്രം എഴുതുക സാധ്യമല്ലാതായിത്തീരും.